പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശന് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ പ്രസക്തി കുറയുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം ഒരിക്കൽ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വീണ്ടെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇവിടെ സതീശൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വലിയ ജാഥയൊക്കെ നടത്തി വലിയ സ്വീകാര്യത നേടിയെടുക്കാൻ ശ്രമിച്ചു. മാത്രമല്ല താനാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന രീതിയിലേക്ക് ഒരു പ്രചാരണം സൃഷ്ടിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ കെ സുധാകരൻ കേരളത്തിൽ മത്സരിക്കാൻ താല്പര്യപ്പെട്ട് ഇവിടേക്ക് വരുന്നു. കെ സുധാകരൻ മത്സരിക്കുന്നുണ്ട്, എനിക്ക് കണ്ണൂർ അല്ലെങ്കിൽ കേരളം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഹൃദയരക്തമാണെന്നൊക്കെ പറഞ്ഞൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വന്നു. അത് ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയത് കെ സുധാകരൻ അല്ല, അല്ലെങ്കിൽ കെ സുധാകരൻ അറിഞ്ഞുകൊണ്ടല്ല എന്ന് വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്നാൽ ഇന്ന് കെ സുധാകരൻ പറഞ്ഞത് താൻ തന്നെയാണ് ആ പോസ്റ്റ് എഴുതിയത്. തനിക്ക് കേരളത്തിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട്. നിയമസഭാ മത്സരത്തിൽ ഒരു എം പി മത്സരിച്ചാൽ എന്താണ് കുഴപ്പം? എൻ്റെ കൂടെ അണികൾ നിൽക്കുകയാണെങ്കിൽ ഞാൻ ആ മത്സരരംഗത്തേക്ക് ഇറങ്ങും എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ വി.ഡി. സതീശന് മുകളിൽ തന്നെയായിരിക്കും കെ സുധാകരൻ്റെ സ്ഥാനം. കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ UDF അധികാരം ലഭിച്ചാൽ കെ സുധാകരന് വേണമെങ്കിൽ മുഖ്യമന്ത്രിയുമാകാമല്ലോ. രാഷ്ട്രീയ കാലാവസ്ഥ എപ്പോൾ വേണമെങ്കിലും മാറി പറഞ്ഞുകൂടെ? വളരെ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയുള്ള ഒരു നീക്കമാണ് കെ സുധാകരൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. കാരണം കെ സുധാകരൻ നേരത്തെ വി.ഡി. സതീശനുമായിട്ടുള്ള മത്സരത്തിൽ പരാജയപ്പെട്ട ആളാണ്. നമ്മൾ മുൻപ് കണ്ട വളരെ പ്രധാനപ്പെട്ടത് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തതായിട്ടുള്ളൊരു വിഷയമുണ്ടായി. വി.ഡി. സതീശനും അതേപോലെ തന്നെ കെ സുധാകരനും ഒരുമിച്ച് പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് അവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മാറ്റിക്കൊണ്ടിരിക്കുക. ആദ്യം സംസാരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അത് നടന്ന് അങ്ങനെ ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ടായി. താമസിച്ചു പോയ സമയത്ത് തെറിയെ കുളിക്കുന്ന സ്ഥിതിയും ഉണ്ടായി. ഇതൊക്കെ നമ്മൾ വിശദമാക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പക്ഷേ ആ സംഘർഷത്തിൻ്റെ പരിണിതി എന്തായിരുന്നു? വി.ഡി. സതീശൻ കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി. അതാണ് അതിൻ്റെ റിസൾട്ട്. അതെ, എന്ന് വെച്ചാൽ ആദ്യ യുദ്ധത്തിൽ വിജയം വി.ഡി. സതീശനായിരുന്നു. എന്നിട്ട് അതിന് പകരം കൊണ്ടുവന്നത് വി.ഡി. സതീശൻ പറഞ്ഞാൽ കേൾക്കുന്നതായ ഒരു KPCC പ്രസിഡന്റാണ്. ശരി, സണ്ണി ജോസഫ്. അങ്ങനെയാണ് അല്ലേ? സണ്ണി ജോസഫിൻ്റെ സ്ഥിതി ഏതാണെന്ന് നമ്മൾ ഈ സമീപകാല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. കെ സുധാകരൻ അങ്ങനെ ആയിരുന്നില്ല. കെ സുധാകരൻ താൻ പോരിമയൊക്കെ കാണിക്കും. അത് വി.ഡി. സതീശന് ഒരു അപ്രമാദിത്വം നിർമ്മിക്കാനായിട്ടുള്ള അന്തരീക്ഷം നഷ്ടപ്പെടുത്തിയതായിരുന്നു. പക്ഷേ വി.ഡി. സതീശൻ അതിനുശേഷം നല്ല രീതിയിൽ മുന്നോട്ട് പോയി. നമ്മൾ ഈ പുതിയ യാത്രയെ കഴിഞ്ഞ സമയത്ത് വി.ഡി. സതീശനായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് ഏതാണ്ട് ഉറപ്പാക്കപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിൽ വി.ഡി. സതീശൻ്റെ നേതൃപരമായിട്ടുള്ള ഗുണം അദ്ദേഹത്തെ സഹായിച്ചു എന്നാണ് ഞാൻ മനസ്സിലായത്. അങ്ങനെ അദ്ദേഹം നേതാവായി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഏതാണ്ട് 13 മണിക്കൂറെന്ന് വിശേഷിപ്പിക്കാവുന്ന സമയത്ത് കണ്ണൂരിൽ നിന്ന് വെടിവെക്കുന്നു കെ സുധാകരൻ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, ഞാൻ മത്സരിക്കും, കാരണം കണ്ണൂർ എൻ്റെ ജീവരക്തമാണ്. അതിനൊപ്പമാണ് കണ്ണൂരിലെ മുഴുവൻ കോൺഗ്രസ്സുകാരും. കെ സുധാകരനൊപ്പമാണ് എല്ലാവരും. കഴിഞ്ഞ ദിവസം ഈ തെരുവുകളിൽ നടന്ന കലാപങ്ങൾ പരിശോധിച്ചതിനിടയിൽ കെ സുധാകരൻ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കും കണ്ണൂരിലെ കോൺഗ്രസ് എന്ന് വ്യക്തമാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കെ സുധാകരൻ അങ്ങനെ പറയുമ്പോൾ ഉള്ള വലിയ പ്രശ്നം എന്താണ്? അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: ഞാൻ മത്സരിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് എന്താണ് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. കാരണം ഞാൻ മത്സരിക്കുന്നത് കോൺഗ്രസ് സ്ഥിരമായി ജയിക്കുന്ന സീറ്റിലല്ല. കോൺഗ്രസ്സിന് സ്ഥിരമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കണ്ണൂർ സീറ്റ്, അത് പിടിച്ചെടുക്കാനായിട്ട് കെ സുധാകരൻ മത്സരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് കോൺഗ്രസ്സിലുള്ള, പ്രത്യേകിച്ച് കണ്ണൂരിലുള്ള കോൺഗ്രസ്സുകാരെ മുഴുവൻ വിശ്വസിക്കും. അതുകൊണ്ട് അദ്ദേഹം അവിടെ മത്സരിക്കണം എന്ന് അവർ പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം മത്സരിച്ച് അദ്ദേഹം ജയിക്കും. അങ്ങനെ ജയിച്ചു വന്നാൽ പിന്നീട് അടുത്ത പ്രശ്നം എന്താണ്? ആര് മുഖ്യമന്ത്രിയാവും എന്നുള്ളതാണ്. ആര് മുഖ്യമന്ത്രിയാവും എന്ന സമയത്ത് വളരെ ശക്തമായിട്ട് കെ സുധാകരൻ പറയും, എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്നുള്ളത്. അത് പറയാനുള്ള ആർജവും ശേഷിയും അതേപോലെ തന്നെ അനുയായികളുടെ പിന്തുണയുമൊക്കെ വളരെ ശക്തമായിട്ടുള്ള ഒരാൾ എന്ന നിലയ്ക്ക് തന്നെയാണ് കെ സുധാകരനെ പൊതുസമൂഹം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് വി.ഡി. സതീശന് പറ്റിയ ഒരു അബദ്ധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കെ സുധാകരൻ്റേതല്ല എന്ന് വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. മാധ്യമങ്ങളോടാണ് അവർ. ഇന്ന് രാവിലെ കെ സുധാകരൻ പറഞ്ഞില്ല, അത് ഞാനിട്ടതാണ്. ഞാനും വി.ഡി. സതീശനോട് സംസാരിച്ചിട്ടൊന്നുമില്ല.
പക്ഷേ ഞാൻ വി ഡി സതീശനെ കുറ്റപ്പെടുത്തുന്നില്ല അക്കാര്യത്തിൽ. കാരണം അദ്ദേഹം ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വിശ്വസിച്ചിട്ട് പറഞ്ഞതായിരിക്കാം എന്നുള്ളതാണ്. ഇവിടെയുള്ള പരിക്കുന്നതെന്ന് വെച്ചാൽ CPM വി ഡി സതീശനെ നൊണേഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്, നുണ പറയുന്ന ഒരാൾ എന്ന നിലയ്ക്ക്. അപ്പോൾ ഇത് ഈ സതീശൻ്റെ ക്രെഡിബിലിറ്റി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. സതീശനൊരു കാര്യമില്ലായിരുന്നു, അയാൾ ഫേസ്ബുക്ക് പോസ്റ്റിന് ഇടട്ടെ, അത് അയാളല്ല എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ ഇപ്പോൾ പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. കെ സുധാകരൻ അതിന് സപ്പോർട്ടിങ് ആയിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചിരുന്നെങ്കിൽ. അപ്പം അതല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം സ്ട്രോങ് ആയിട്ട് പറയണം, ഞാനത് ഇട്ടത്. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധപൂർവം സതീശൻ നുണ പറഞ്ഞു എന്ന് ഒരു ഫീൽ അവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഈ രാഷ്ട്രീയ യുദ്ധത്തിൽ, അധികാര യുദ്ധത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമായിട്ട് വരികയാണ് ചെയ്യുന്നത്. എത്രത്തോളം തീവ്രവും ശക്തവുമായിട്ടുള്ള രീതിയിൽ ഇത് ഇനി പ്രതിഫലിക്കും എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും കണ്ണൂരിൽ സുധാകരൻ മത്സരിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമായിട്ടത് മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കണ്ണൂരിൽ അദ്ദേഹം മത്സരിച്ച് കഴിഞ്ഞാൽ കടന്നപ്പള്ളി അവിടെ തോറ്റുപോവുകയും സുധാകരൻ ജയിക്കുകയും ചെയ്യും. അങ്ങനെ സുധാകരൻ നിയമസഭയിലേക്ക് വരും. ആ സുധാകരനെ തടുക്കൽ അത്ര എളുപ്പമായിരിക്കില്ല. രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ KC വേണുഗോപാലിനെയോ വെച്ചുകൊണ്ട് സുധാകരനെ തടുക്കാൻ പറ്റും എന്ന് കരുതുന്നത് അത്ര ബുദ്ധിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കണ്ണൂരിൽ CPM എക്കാലത്തും പ്രതിരോധിച്ച് നിന്ന നേതാവ് തന്നെയാണ് കെ സുധാകരൻ. KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും ലോക്സഭയിലേക്ക് മത്സരിക്കാൻ തൽപരരായിരുന്നില്ല. പക്ഷേ സീറ്റുകൾ കൂടുതൽ നേടണം, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ കേന്ദ്രത്തിൽ വരും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷ ജനിപ്പിക്കാൻ വേണ്ടി മത്സരരംഗത്തേക്ക് ഇറക്കിയായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ജയിച്ച് കയറുകയും ചെയ്തു. പക്ഷേ ലോക്സഭാ MP എന്ന നിലയിൽ ഡൽഹിയിൽ പോയി ഇരിക്കുന്നില്ല, പ്രതിപക്ഷ ബെഞ്ചിലിരിക്കുന്നതിനേക്കാൾ നല്ലത് കേരളത്തിലൊരു MLA ആയിട്ട് വരിക, ഭരണം കിട്ടുകയാണെങ്കിൽ ഒരു മന്ത്രിയായിട്ട് മാറുക, അതും മുഖ്യമന്ത്രി പദവിയിലേക്ക് ക്ലെയിം ചെയ്യാൻ മാത്രമുള്ള ഒരു നേതൃപാരമ്പര്യമൊക്കെ സുധാകരനുണ്ട്. സുധാകരൻ്റെ അത്രയും ഒരു എക്സ്പീരിയൻസ് നിലവിൽ മറ്റ് കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോൾ പറയാനും പറ്റില്ല. ഇവിടെ VD സതീശൻ ഒരു വശത്തൂടെ ജാഥയൊക്കെ നയിച്ചു വരുമ്പോൾ തന്നെയാണ് രമേശ് ചെന്നിത്തല NSSൻ്റെ ആസ്ഥാനത്ത് പോകുന്നത്, സഭാ നേതാക്കളെ കാണുന്നത്. അപ്പോൾ മറുവശത്തൂടെ രമേശ് ചെന്നിത്തലയും തൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള നടപടി നടത്തുന്നുണ്ട്. ഇനി KC വേണുഗോപാലിൻ്റെ കാര്യമോ? KC വേണുഗോപാൽ ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്താ? AICC പറയുന്നു KC വേണുഗോപാൽ കേരളത്തിൽ മത്സരിക്കണം, അത് കനകോലുവിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ UDFന് ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ KC വേണുഗോപാലിൻ്റെയും ലക്ഷ്യം ഈ മുഖ്യമന്ത്രി കസേര തന്നെയാണല്ലോ. പക്ഷേ കെ സുധാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ ഒരു അധികായനെ പോലെ നിൽക്കുന്ന ആളെ തടുത്തു നിർത്താൻ നിലവിൽ കോൺഗ്രസ് നേതാക്കൾക്കൊന്നും പറ്റില്ല. മാത്രമല്ല DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു, കെ സുധാകരന് മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ കോൺഗ്രസ്സുകാർ ഒറ്റക്കെട്ടായിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരക്കുമെന്ന്. അതായത് കണ്ണൂരിൽ കോൺഗ്രസ്സുകാർക്കൊന്ന് നെഞ്ചു വിരിച്ച് നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഒരു ജാഥ നടത്താൻ കഴിയുന്നുണ്ടെങ്കിൽ, ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് സമരം നടത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് പ്രേരണ നൽകിയത് കെ സുധാകരനാണ്. ആരാടാന്ന് ചോദിച്ചാൽ ഞാനാടാ എന്ന് തിരിച്ചു പറയാനുള്ള ആർജവമുള്ള ഒരു നേതാവിന് കെ സുധാകരനെ പോലെ കണ്ണൂരിൽ എടുത്തു പറയാനില്ല. അതുകൊണ്ട് കെ സുധാകരൻ അത്ര ഒരു ആവശ്യം ഉന്നയിച്ചാൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്കോ AICCക്കോ ഒക്കെ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നഷ്ടപ്പെടുന്നത് VD സതീശൻ ഇത്രയും നാൾ കെട്ടിപ്പൊക്കിയ ഒരു ചീട്ടുകൊട്ടാരം പോലെയുള്ള ഇമേജാണ്. VD സതീശനും കള്ളം പറയുന്നു, VD സതീശനും അധികാരത്തിന് വേണ്ടിയിട്ട് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ കാണിക്കുന്നു. ഇത് കേരളീയ ജനത മനസ്സിലാക്കില്ലേ? അല്ല, ഇവർ തമ്മിലൊക്കെ നടക്കുന്ന ഈ പോര്, ചക്കളത്തിപ്പോരെന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള ഈ പോര് ഇവരുടെ തന്നെ ഇമേജുകളെയാണ് എന്ത് ചെയ്യുന്നത്, മാന്തി പൊളിച്ച് കളയുന്നത്. കാരണം ഇങ്ങനെ വരുമ്പോഴാണല്ലോ ഇതിൻ്റെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ശ്രമമൊക്കെ നടക്കുന്നത്. ഇപ്പോൾ KPCC പ്രസിഡൻ്റായിട്ട് സുധാകരൻ വരുമ്പോൾ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാർക്കും വലിയ ആവേശമായി. ആ ആവേശം സണ്ണി ജോസഫ് വന്ന സമയത്ത് ഉണ്ടായില്ല. കാരണം നേരത്തെ സിനുജ് സൂചിപ്പിച്ച വിഷയം തന്നെയാണ്, കണ്ണൂരിലെ കരുത്തനാണ്. മാത്രമല്ല ഏതെങ്കിലും കോൺഗ്രസ്സുകാർക്ക് പറ്റിക്കഴിഞ്ഞാൽ ചോദിക്കാനായിട്ട് ഓടിച്ചെല്ലുന്ന, ഇറങ്ങിച്ചെല്ലുന്ന ധീരൻ, ഇങ്ങനത്തെ ഒരു പരിവേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനകത്ത് കെ സുധാകരനുള്ളത്. കെ സുധാകരനെ KPCC പ്രസിഡന്റ് മാറ്റുന്നത് എങ്ങനെയാണ്? ഇയാൾക്ക് ഓർമ്മക്കുറവാണ് എന്ന് പറഞ്ഞ് മർമറിങ് ക്യാമ്പയിൻ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും കൂടി നടത്തിയിട്ടാണ്. അപ്പം നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം കുറേ നാളുകൾ കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മക്കുറവുണ്ടെന്ന് ആരാരും പറയുന്നില്ല. അതാണ് തമാശ. കാരണം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു രോഗമായിരുന്നു ഓർമ്മക്കുറവ്. ഇപ്പം അതിനെക്കുറിച്ച് അത് പോയി, അതിപ്പോൾ ഇല്ല. ഇനിയിപ്പോൾ അത് പുതുതായിട്ട് നിർമ്മിച്ചെടുക്കാനായിട്ടുള്ള സമയവും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവർ തമ്മിൽ ഉള്ള ഇത്തരം മത്സരങ്ങളിലൂടെ പരസ്പരം ഇവർക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, അവരുടെ ഇമേജുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വലിയൊരു പ്രശ്നമാണ്. ശരിക്കും കോൺഗ്രസ്സിന് വലിയ ഒരു അവസരം വരികയാണ്. കോൺഗ്രസ്സിന് ഭരണം തിരിച്ചിട്ടാനുള്ള സാധ്യതകൾ ഏതാണ്ട് തെളിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്.
അത് തകർക്കുന്നത്, അല്ലെങ്കിൽ അത് തകർക്കണമെന്നില്ല, വീണ്ടും ഭരണം കിട്ടിയേക്കാം, എങ്കിലും ഇവർ തമ്മിലുള്ള ഈ അധികാര മത്സരം എന്ന് പറയുന്നത് അവസാനിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. പലരും പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ സുധാകരനുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നൊരു കാര്യം, KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ശ്രമിച്ച സമയത്ത് അദ്ദേഹം അതിന് തയ്യാറില്ലായിരുന്നു. അവസാനം രാഹുൽ ഗാന്ധിയൊക്കെ ഇടപെട്ടിട്ടാണ് മാറുന്നത്. പക്ഷെ ആ മാറുന്ന സമയത്ത് അയാൾക്കൊരു ഓഫർ അവർ കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. ഖാർഗെയുടെ ഓഫറായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് നിയമസഭയിൽ മത്സരിക്കാം, അതിനുള്ള അവസരം ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ പിന്നെയുള്ള നമ്മുടെ കനകോലുവിൻ്റെ പുതിയ സിദ്ധാന്തം വന്ന് നിലവിലുള്ള MP മാരാരും മത്സരിക്കേണ്ട എന്ന് പറയും. അതൊരു മാനദണ്ഡമാണ്. ആ മാനദണ്ഡം മറികടക്കാൻ ആരെയും അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ അനുവദിക്കില്ല എന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഇപ്പോഴത്തെ സമീപനം എന്ന് പറയുന്നത്. എങ്ങനെ വരും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം സുധാകരൻ മാത്രമായിരിക്കില്ല മത്സരിക്കാൻ തുടങ്ങിയാൽ, പല MP മാരും കയറി മത്സരിച്ചാൽ. സുരേഷ് കുറുപ്പ്, കൊടിക്കുന്നിൽ സുരേഷ്, ഇവരൊക്കെ തന്നെ, സുരേഷ് കുറുപ്പ് ക്ഷമിക്കണം, അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയവർ നേരത്തെ തന്നെ KC വേണുപോലെ അപ്പോൾ വേണമെങ്കിൽ മത്സരിച്ചേക്കാം. അതെ അതെ, നമുക്ക് പറയാൻ പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.